Hello, myself CA Arvind VS, Faculty for Taxation at III Commerce Academy. So അങ്ങനെ നമ്മൾ കാത്തിരുന്ന CMA ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷനുകൾ ആരംഭിച്ചു. നിങ്ങളെല്ലാവരും തന്നെ എക്സാമിനേഷന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ IIIയുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ എങ്ങനെയാണ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡി ലീവ് സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നമ്മൾ ക്ലാസ്സിൽ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. യെസ്, അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ IIIയിൽ മോഡൽ എക്സാമിനേഷനുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫാക്കൽറ്റീസിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇനി IIIയിൽ ഇല്ലാതിരുന്ന, IIIയിൽ പഠിക്കാത്ത മറ്റ് വിദ്യാർത്ഥികൾക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ സെഷൻസ് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി നല്ല തരത്തിലുള്ള റെസ്പോൺസ് നമുക്കുണ്ടായി. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, നമുക്ക് റിവിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഈ എക്സാമിനേഷന് ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ടാക്സേഷൻ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എക്സാമിനേഷന് നമുക്ക് ആപ്ലിക്കബിൾ ആകാൻ പോകുന്ന അമെൻമെൻറ്റ്സ് ആണ്. സോ ഈ അമെൻമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ നമ്മൾ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ CMA നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും അമെൻമെൻറ്റ്സ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാമിനേഷന് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. സോ എന്ത് തന്നെ ആയിരുന്നാലും ഈ അവസാന നിമിഷത്തിൽ എക്സാമിനേഷന് തൊട്ട് മുന്നേ പോകുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതിയ ഒരു 1-2 എക്സാം എഴുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. 2 പേപ്പർ ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ടാക്സേഷൻ പേപ്പറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, നമ്മുടെ പേപ്പർ 7 ആണ്, ഈ പേപ്പറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇനിഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊരു റിമൈൻഡർ ആയിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റുഡൻസിന് IIIയിൽ പഠിച്ച കുട്ടികളോട് ഞാനിതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു യൂട്യൂബ് ചാനൽ വഴി ആകുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇത് കാണുന്ന CMA ഇൻ്റർമീഡിയറ്റ് എഴുതാൻ പോകുന്ന ആർക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. അതായത് ഈ ടാക്സ് എന്ന് പറയുന്ന പേപ്പർ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഡൈനാമിക് ഇൻ ദ സെൻസ് ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ടാക്സ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അത് ക്രമേണ ഓരോ വർഷം കഴിയും തോറും കാലം മാറുന്നതനുസരിച്ച് അതിനോടൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോ ആണ് ടാക്സ് ലോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഓരോ വർഷം കഴിയും തോറും പുതിയ അമെൻമെൻറ്റ്സുകൾ, പുതിയ മാറ്റങ്ങൾ ടാക്സ് നിയമത്തിനകത്ത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ജൂൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആൾക്കാർ, നമ്മുടെ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അവർ പഠിച്ചത് ഫിനാൻസ് ആക്ട് 2024 ഫിനാൻസ് ആക്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ. അപ്പോൾ ആ 2024 ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 2024 അമെൻമെൻറ്റിൽ 2024 ഫിനാൻസ് ആക്ടിനകത്ത് വന്നിരിക്കുന്ന ഇൻകം ടാക്സ്, GST സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി, ഈ മാറ്റങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയലൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ അന്നേ ദിവസം രാവിലെ, ഇപ്പം ഞാൻ ഈ രാവിലെ ഉറക്കം എണീക്കേണ്ടത് എപ്പോൾ, എക്സാമിനേഷൻ ഡേയിൽ എപ്പോഴാണ് നിങ്ങൾ ഉറക്കം എണീക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ നിങ്ങളിത് പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപക്ഷെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എക്സാമിനേഷൻ എഴുതുന്നതിൻ്റെ അന്ന് രാവിലെ 3 മണിക്കെങ്കിലും ഉറക്കം എണീക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 മണിക്ക്, അന്നേ ദിവസം രാവിലെ 3 മണിക്ക് ഉറക്കം എണീക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അന്ന് രാവിലെ 3 മണി മുതൽ, അതായത് തലേ ദിവസം നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം എക്സാമിനേഷൻ്റെ അന്ന് രാവിലെ 3 മണിക്ക് എണീറ്റ് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. ഈ 3 മണിക്ക് എണീറ്റ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, കൂടുതലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അമെൻമെൻറ്റ്സിനാണ്. ഇൻകം ടാക്സിൽ നമുക്കറിയാം ധാരാളം അമെൻമെൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ടാക്സ് റെജിമിനകത്ത് ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ സ്ലാബ് എല്ലാം മാറിയിട്ടുണ്ട്. അത് ഡീഫോൾട്ട് ടാക്സ് റെജിമിൻ്റെ സ്ലാബ് മാറിയിട്ടുണ്ട്.
അപ്പോൾ ആ സ്ലാബ് നന്നായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതൊക്കെ പ്രോബ്ലമൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എങ്കിലും നമ്മൾ ആ സ്ലാബ് നമ്മളൊന്നുകൂടി എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നോക്കിയിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, അമെൻമെൻറ്റ്, എല്ലാ അമെൻമെൻറ്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണെങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് അമെൻമെൻറ്റാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000, ന്യൂ ടാക്സ് റെജിമിനകത്ത് ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ അത് 75,000 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ PGBP ഹെഡിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മളിപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടി ലെറ്റിംഗ് ഔട്ടാണ് എൻ്റെ ബിസിനസ് എന്ന് നമുക്ക് ഇനി മുതൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെറ്റ് ഔട്ടിലൂടെ കിട്ടുന്ന ഇൻകത്തെ ഇനി മുതൽ എന്തായി കണക്കാക്കണം? വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തെ ഇനി മുതൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിനുള്ളിൽ തന്നെ കാണിക്കണം. അതിനെ നമുക്ക് ബിസിനസ് ഇൻകമായി കാണിക്കാൻ കഴിയില്ല എന്നൊരു അമെൻമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ മറ്റൊരു അമെൻമെൻറ്റ് 37 നമ്മൾ വന്നൊരു കാര്യമാണ് ഡിസലവൻസിൻ്റെ കാര്യത്തിൽ. 37 എക്സ്പ്ലനേഷനകത്തൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഈ നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനിൽ 40B ഡിസലവൻസിനകത്ത് നമുക്ക് ഈ പറയുന്ന ബുക്ക് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റെമ്യൂണറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ലിമിറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫസ്റ്റ് 3 lakh ബുക്ക് പ്രോഫിറ്റിന് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഒരു 1,50,000 വിച്ച് ഒരു ഹയർ എന്നായിരുന്നു. അതിപ്പോൾ മാറി ഫസ്റ്റ് 6 lakhന് 3 lakh അല്ലെങ്കിൽ നിങ്ങൾക്ക് 90% ബുക്ക് പ്രോഫിറ്റ് വിച്ച് ഒരു ഹയർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറി. ഇനി ബുക്ക് പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ പോലും 3 lakh വരെ നിങ്ങൾക്ക് പരമാവധി റെമ്യൂണറേഷൻ കൊടുക്കാം. ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഇത്തവണ എക്സാമിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഞാൻ എടുത്ത് പറയുന്നില്ല, നമ്മളതൊക്കെ അമെൻമെൻറ്റ് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ഗെയിനിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. അമെൻമെൻറ്റ് വീഡിയോയ്ക്കകത്തും ആ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പോകുന്നുണ്ട്. ആ ഡേറ്റ് 23/7/2024 എന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡേറ്റിന് ബാക്കിലേക്കുള്ള ദിവസം, ആ ഡേറ്റ് മുതൽ മുന്നിലേക്കുള്ള ദിവസം വച്ചിട്ടാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷനെ അത് സ്വാധീനിക്കും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നിർത്തലാക്കി, പക്ഷേ ചില ആൾക്കാർക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെ നമുക്ക് എക്സാമിനേഷന് ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 23/7/2024 മുതൽ ഇൻഡെക്സേഷൻ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? 23/7/2024 മുതൽ ഇൻഡെക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലോ HUFO ആയിരിക്കണം, ട്രാൻസ്ഫർ ചെയ്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, പ്രോപ്പർട്ടി മേടിച്ചത് 23/7/2024 മുന്നെയോ ആയിരിക്കണം, അത് ട്രാൻസ്ഫർ ചെയ്തത് വിറ്റത് 23/7/2024 അതിന് ശേഷമായിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്. സോ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടക്കുള്ള കാര്യമല്ല. എക്സാമിനേഷൻ ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ, ഉറപ്പാണത്. പിന്നെ ചോദിക്കും എന്ന് ഉറപ്പില്ല, പക്ഷേ എങ്കിലും വന്നിരിക്കുന്നൊരു വളരെ വലിയ അമെൻമെൻറ്റാണ് 222F. 222 നിങ്ങൾക്കറിയാമല്ലോ, ഡിവിഡൻ്റാണ്. ഡിവിഡൻറ്റിനകത്ത് 222 ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻമെൻ്റ് ഉണ്ട്, 222F. ഞാൻ രാവിലെ 3 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഈ സെക്ഷനുകളെല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടേ പോകാവൂ. പിന്നെ അതർ സോഴ്സിൽ തന്നെ ഫാമിലി പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡിഡക്ഷൻ 1/3 ഓഫ് ദ ഫാമിലി പെൻഷൻ റിസീവ്ഡ് 15,000 ആയിരുന്നു. എന്നാൽ നിങ്ങൾ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് 25,000 രൂപ വരെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ചാപ്റ്റർ 6 ഡിഡക്ഷനിലേക്ക് വന്നാൽ 80CCD2 ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് പോലും ആ ഡിഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. നേരത്തെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ 10% ഓഫ് സാലറി, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 14% ഓഫ് സാലറി എന്നായിരുന്നു. ഇപ്പോൾ അത് എല്ലാവർക്കും 14% ഓഫ് സാലറി വരെ ആക്കാൻ പറ്റും. ഇതൊരു പുതിയ അമെൻമെൻറ്റാണ്, നിർബന്ധമായി നമ്മളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും വലിയ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ TDSൻ്റെ പ്രൊവിഷൻസിലാണ്. TDSനകത്ത് കാര്യമായിട്ടുള്ള അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. TDSൻ്റെ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ അല്ലാതെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനകത്ത് TDSൻ്റെ റേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാവൂ. അത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമുക്ക് നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇൻകം ടാക്സിൽ നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള, നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അമെൻമെൻറ്റ്. ഇതൊക്കെ നമുക്ക് എക്സാമിനേഷന് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റും. പിന്നെ
ജി എസ് ടിയിലേക്ക് വരുമ്പോൾ ജി എസ് ടിയിലും കാര്യമായിട്ട് ചില അമെൻമെൻറ്റുകൾ നമുക്ക് ഈ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് ഈ നോൺ ടാക്സബിൾ ഗുഡ്സ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഒരു ENA, അതായത് അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോളിക് ഫോർ ഹ്യൂമൻ കൺസംഷൻ അതുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ആൽക്കഹോളിക് ഫോർ ഹ്യൂമൻ കൺസംഷൻ മാത്രമായിരുന്നു നോൺ ടാക്സബിൾ ഗുഡ്സ് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാറ്റഗറിയിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആഡ് ചെയ്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം സെക്ഷൻ 11A ആണ്. നിങ്ങളുടെ അതിനകത്ത് ഞാൻ 11A കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് 11A എന്ന് പറയുന്നത്? അത് പോയിൻ്റ് ചോദിക്കാൻ ചെറിയൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ടൈം ഓഫ് സപ്ലൈയിൽ 13(3) എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിനേഷൻ ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇൻ കേസ് ഓഫ് സപ്ലൈ സർവീസ്, അതിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അമെൻമെൻറ്റ്. അതിനകത്ത് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നുകിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ദ ഡേ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ 60th ഡേ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. ഇങ്ങനെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് ഇപ്പോൾ ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇൻ കേസ് ദ സപ്ലയർ ഈസ് നോട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ബിക്കോസ് ഈസ് അൺരജിസ്റ്റേർഡ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടി അതിലേക്ക് വന്നിട്ടുണ്ട്. സോ 13(3) വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് എക്സാമിനേഷൻ ഇത്തവണ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നീട് നമുക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷനകത്തൊരു അമെൻമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ വലിയൊരു അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ നമ്മളൊരു എക്സംഷൻ ചാപ്റ്ററിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് കുറേ പുതിയ സർവീസസ് നമുക്ക് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അമെൻമെൻ്റായിട്ട് നമുക്ക് ഒരു 10-12 സർവീസസ് പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സർവീസസിൻ്റെ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. അപ്പം ഞാനിതൊക്കെ പറയാൻ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ 3 മണിക്ക് എണീറ്റ് പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് ഇത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കവർ ചെയ്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇത് നിർബന്ധമായി എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. കാരണം ടാക്സേഷൻ എക്സാമിനേഷൻ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് തൊട്ട് മുന്നത്തെ ഫിനാൻസ് ആക്ടിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ചോദിക്കാത്ത ഒരു ടാക്സ് എക്സാമിനേഷൻ ഒരു പ്രൊഫഷണൽ ബോഡി നടത്താറില്ല. അതിപ്പോൾ CA ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ. അപ്പോൾ നിങ്ങളിത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ആ ഏരിയയിൽ നിന്ന്, മാർക്കിനുള്ള ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് വരും എന്നുള്ളത് ഉറപ്പാണ്. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നിട്ട് ഞാൻ CA ആയിട്ടും ഇത് പഠിപ്പിച്ചു തുടങ്ങിയിട്ടും ഇതെല്ലാം കൂടി കണക്കിലെടുത്ത ഇപ്പോൾ 19ാമത്തെ വർഷമാണ്. 2006 തുടങ്ങിയതാണ് ഈ യാത്ര. ഇപ്പോൾ 2025 19 വർഷമാകുന്നു. 2006 CA വിദ്യാർത്ഥിയായിട്ട് തുടങ്ങി ഇപ്പോൾ അധ്യാപകനായിട്ട് 2025 ഈ മേഖലയിൽ 19 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇത് ഉറപ്പാണ് നിങ്ങൾക്ക് അമെൻമെൻറ്റ് ചോദിച്ചിരിക്കും. അതിലൊരു സംശയം വേണ്ട. ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും അമെൻമെൻറ്റ് നോക്കാതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളത് വലിയൊരു അവസരമാണ് നിങ്ങൾ കളഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ഓർത്തു. ഈ അമെൻമെൻറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മളെ വിജയിപ്പിക്കുവാനുള്ള തരത്തിലുള്ള മാർക്ക് നമുക്ക് ഈ അമെൻമെൻറ്റിൽ നിന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചില എക്സാമിനേഷൻ കാര്യമായിട്ട് അമെൻമെൻറ്റ് ചോദിക്കും, ചിലതിനകത്ത് വലിയ മാർക്കിനൊന്നും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ 30 മാർക്ക് 40 മാർക്കിൻ്റെ അമെൻമെൻ്റ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും അത്യാവശ്യം മാർക്കിനുള്ള അമെൻമെൻറ്റ്സ് നമുക്ക് 10 മാർക്കിനുള്ള അമെൻമെൻറ്റെങ്കിലും മിനിമം നമുക്ക് അമെൻമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ടെൻഷൻ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. അത് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കും. പക്ഷേ അനാവശ്യ ടെൻഷൻ നമ്മൾ ആരോഗ്യം നശിപ്പിക്കും, നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിശന്നാലും ഇല്ലെങ്കിലും ഭക്ഷണം നിർബന്ധമായും കഴിച്ചിരിക്കുക. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. നല്ല എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ അരി ഭക്ഷണമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കണം. ഓക്കെ, കുറച്ച് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കഴിക്കണം. എനർജി ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ചോറ് കഴിക്കാൻ പറ്റുമെങ്കിൽ ചോറ് കഴിക്കുക. ഇനി എക്സാമിനേഷൻ രാവിലെ ആണെങ്കിൽ എന്തെങ്കിലും അരി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് നല്ല എനർജി അവിടെ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ
നിങ്ങൾക്ക് സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ടെൻഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അധികമാവാതെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമാണിത്. പിന്നെ രണ്ട് കാൽക്കുലേറ്റർ കയ്യിൽ കരുതിക്കോളുക. നമ്മുടെയൊക്കെ സമയമാണ് സമയം മോശമാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാൽക്കുലേറ്റർ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഹോൾ ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ ചില റീൽസിലൊക്കെ കാണുന്ന പോലെ ഹോൾ ടിക്കറ്റിന് പകരം വീട്ടിലെത്തേക്കുള്ള സാധനം മേടിക്കാനുള്ള ലിസ്റ്റ്, അരിയും പയറിൻ്റെ ലിസ്റ്റൊന്നും എടുത്തുകൊണ്ട് പോകരുത്. അങ്ങനെയൊന്നും പറ്റില്ല. എന്നാലും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ പോകാവൂ. ഇപ്പോൾ നമ്മളൊക്കെ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹോൾ ടിക്കറ്റ് എടുത്തോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതൊന്നും ഞാൻ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളായി നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെന്ന് ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നതിനേക്കാൾ ഉപരി നിങ്ങളെ എനിക്ക് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പറഞ്ഞു തരുന്നതെന്നുള്ളതല്ല, ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും, ആത്മാർത്ഥമായിട്ട്. അതിൻ്റെ ബലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെയൊക്കെ തിരക്കാണ്. മുമ്പ് ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാമിനേഷൻ എൻ്റെ സ്റ്റുഡൻസ് പഠിപ്പിച്ച് അവർ പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതുന്ന ദിവസം ഞാൻ ഗുരുവായൂർ പോയി. നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലായിരിക്കും. അങ്ങനെ ആയിരുന്നു കുറേ കാലമൊക്കെ. പിന്നീട് നമ്മൾ ക്ലാസ്സും അതിൻ്റെ സമയം ക്രമങ്ങളും മറ്റ് ജോലി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ പോകാൻ പറ്റാതെ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.